വീട്ടിൽ ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കറിയൊന്നും വെക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ കുറച്ച് കറി വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. ഞാനിപ്പം നിൽക്കുന്നത് അംബീസ് കിച്ചണിലാണ്. ഇവിടെ പലതരത്തിലുള്ള പായസമുണ്ട്. പായസത്തിന് പേരുകേട്ടൊരു സ്ഥലമാണ് ഇത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചോറിനുള്ള കറികളും കിട്ടുമെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മൾ കറി എന്തെല്ലാം ഉണ്ടെന്നൊന്ന് നോക്കാം. ചേട്ടാ, ഞാൻ കുറച്ച് കറി വാങ്ങാൻ വന്നതാണ്. ഇവിടെ എന്തൊക്കെ കറികളുണ്ട്? ഇന്ന് സൺഡേയാണ്. നമുക്ക് ഇന്ന് ഇത് വറുത്തരച്ച സാമ്പാർ, ഇത് ഓലൻ, ഇത് ചുണ്ടയ്ക്ക വത്തക്കുഴമ്പ്, ഇത് ഉടുപ്പി രസം, ഇത് കപ്പ പെരട്ട്, അവിയൽ, അച്ചിങ്ങ തോരൻ. ഇത് പാലട പ്രഥമൻ, കടല പ്രഥമൻ. ഡെയിലി നമുക്ക് 2 തരം പായസം ഉണ്ടാവും. ഒരു ശർക്കര പായസം, ഒരു പാലിന്റെ പായസം. ഞായറാഴ്ചയും ബുധനാഴ്ചയും പാലട പ്രഥമനാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ പാൽപ്പായസം. പിന്നെ ബാക്കിയുള്ള ശർക്കര പായസം നമുക്ക് കടലപ്രഥമൻ, അടപ്രഥമൻ, ചെറുപരിപ്പ് പ്രഥമൻ, ഗോതമ്പ് പ്രഥമൻ എന്നിങ്ങനെ മാറി മാറി വരും. വ്യാഴാഴ്ച ദിവസം സാഫ്രോൺ സേമിയ പായസം ഉണ്ടാവും. കറികളൊക്കെ എത്ര സമയം വരെ കൊടുക്കും? നമുക്ക് രാവിലെ 9:30 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു 1 മണി 2 മണി വരെയൊക്കെ കറികൾ ഉണ്ടാവും. നമുക്ക് അത്യാവശ്യം കറികളൊക്കെ നല്ല മൂവ്മെന്റ് ഉണ്ട്. വെച്ചാൽ നല്ല തിരക്കുണ്ടാവും ഉച്ച സമയം. ഡെയിലി ഉണ്ട്. ഡെയിലി ഒരു 3-4 തരം കറികൾ കാണും. വേറെ ഇപ്പം മേഡത്തിന് ഇപ്പം എന്തൊക്കെയാണ് വേണ്ടത്? എനിക്ക് അവിയൽ വേണം, സാമ്പാർ വേണം. അവിയൽ വേണം, സാമ്പാർ വേണം. ഓക്കെ. ഇത് വത്തക്കുഴമ്പ്. ഓക്കെ മാം. ഇത് ഓലൻ. ഓലൻ വേണം. ഓലൻ വേണം. കപ്പ പെരട്ട്. ഓക്കെ. ചേട്ടാ, ഞങ്ങൾക്ക് ഇവിടെ നേരിട്ട് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും? നമുക്ക് വാട്സപ്പ്, നമ്മുടെ അംബീസിൻ്റെ തന്നെ വാട്സപ്പ് നമ്പറുണ്ട്. 7356222234. ആ നമ്പറിൽ ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം മെനു തലേദിവസം നമുക്ക് ലഭിക്കും. ആ നമ്പറിൽ തന്നെ ഓർഡർ വാട്സപ്പ് ചെയ്താൽ നമുക്ക് ഓർഡർ എടുത്തു വെക്കും. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഡെലിവറി ഉണ്ട്. ചാർജബിൾ ഡെലിവറി ഉണ്ട്. ആ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഡെലിവറി എത്തിച്ചേരും. അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോയിലും അവൈലബിൾ ആണ്. അംബീസ് എന്ന് പറയുമ്പോൾ പായസവും ബോളിയാണ് ഇവിടെ പ്രാധാന്യമായിട്ടുള്ളത്. അതിപ്പോഴും നമുക്ക് നല്ല രീതിയിലുള്ള മൊമെന്റ് ഉണ്ട്. അത് ഈ പറഞ്ഞ അതേ നമ്പർ അതേ തന്നെ നമുക്ക് പായസവും ബോളി ഓർഡർ ചെയ്യാം. പായസവും ബോളി നമുക്ക് എത്തിച്ചേരും. പിന്നെ അവിടെ സ്വീറ്റ്സ് വെച്ചിരിക്കുന്നത് സ്വീറ്റ്സ് ഉണ്ട്. സ്വീറ്റ്സും ഈ പറഞ്ഞ ഈ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, സ്വീറ്റ്സ് ആണെങ്കിലും കറികളാണെങ്കിലും പായസമാണെങ്കിലും സ്നാക്സ് ഐറ്റംസ് ആണെങ്കിലും ശരി, പിക്കിൾസ് ആണെങ്കിലും ശരി, എല്ലാം ഈ വാട്സാപ്പ് വഴി നമുക്ക് ഓർഡർ ചെയ്താൽ കിട്ടും. നേരിട്ട് വന്നാലും കിട്ടും. ഇവിടെ കുറച്ച് ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് സാമ്പാർ പൊടി, രസപ്പൊടി, ദോശപ്പൊടി, ചമ്മന്തിപ്പൊടി, പിന്നെ മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, അതെല്ലാം നമ്മൾ തന്നെ വിനാഗിരി ഉപയോഗിക്കാതെ ചെയ്യുന്നതാണ്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു? ഇത് മണക്കാടാണ്. മണക്കാട് DDRCയുടെ തൊട്ടടുത്ത് തന്നെയാണ്. മണക്കാട് ജംഗ്ഷൻ തന്നെയാണുള്ളത്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ DDRCയുടെ തൊട്ടടുത്ത് നിരഞ്ജൻ സ്ക്വയർ, അതാണ് ബിൽഡിങ്ങിന്റെ പേര്. എൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ. ശരി. സാർ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. ഞാൻ ഈ കറികൾ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള കറികളാണ് ഞാൻ മേടിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇതിനു മുമ്പ് പലയിടത്തും ഇവരുടെ ഈ പ്രോഡക്റ്റ്സ് പലയിടത്തും ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അത് ഒരേ ടേസ്റ്റ് തന്നെയാണ്. എവിടെ നിന്ന് വന്നാലും ഒരേ ടേസ്റ്റാണ്. നല്ല ഗുണനിലവാരം പുലർത്തുന്നതാണ്. ധൈര്യമായിട്ടും എല്ലാവർക്കും മേടിക്കാം. ഒരു കുടുംബത്തിൽ ധാരാളം ഇതായിട്ട് എത്ര പേർക്ക് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാനുള്ള ഇതുണ്ട്. അതെ, ഞാൻ കറികളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് കറി വയ്ക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നേരെ അംബീസ് കിച്ചണിലേക്ക് വന്നാൽ മതി. പലതരത്തിലുള്ള കറികൾ ഇവിടെ ലഭ്യമാണ്.
മറക്കരുത്, തിരുവനന്തപുരത്ത് മണക്കാടുള്ള അംബീസ് കിച്ചൺ. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഒരു ചെറിയ കട കണ്ടത്. നമുക്ക് അവിടെ എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കാം. ഇവിടെ എന്തെല്ലാം കഴിക്കാനുണ്ട്? ഇഡ്ഡലി പൂരി മസാല ദോശ, നെയ് റോസ്റ്റ്, പൊടി ദോശ, ആപ്പം, പൊങ്കൽ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. സൈഡായിട്ട് കറികളൊക്കെ എന്താ? കറികൾ അപ്പത്തേക്ക് കലങ്ക് കറി, സാമ്പാർ, ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി. പൊങ്കൽ ഇവിടെ സ്ഥിരമായിട്ടുള്ള? പൊങ്കൽ സ്ഥിരമായിട്ടുള്ളത്. പൊങ്കൽ, ഇഡ്ഡലി, ഉപ്പുമാ, അപ്പം, ഇതെല്ലാം ഇവിടെ സ്ഥിരമായിട്ടുള്ളത്. മസാല ദോശ, നെയ് റോസ്റ്റ്, വട, സാമ്പാർ വട, തൈര് വട, രസവട, ഇതെല്ലാം ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കട്ടെ. ശരി. കടയിൽ നല്ല തിരക്കുണ്ട് രാവിലെ ആയതുകൊണ്ട്. ഇവിടെ കാപ്പി ബ്രേക്ക്ഫാസ്റ്റാണ് കൂടുതലായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഊണിൻ്റെ കാര്യം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, ഒന്ന് ചോദിച്ചു നോക്കാം. ഊണില്ല. ഇവിടെ രാവിലെ 6 മണിക്കാണ് തുറക്കുന്നത്. രാവിലെ 6 മണിക്ക് തുറന്ന് 11:30 വരെ ഇതിന് ഫുഡ് കിട്ടും. പിന്നെ തുടങ്ങുന്നത് 4:30 മുതൽ രാത്രി 10:30 വരെയാണ്. ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഇത് സാമ്പാർ, ചമ്മന്തി, ഒരു മുളക് ചമ്മന്തി ഉണ്ട്, ഉഴുന്നുവടയുണ്ട് എല്ലാം. സാമ്പാർ നന്നായിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇത് കൂടുതലും പാഴ്സൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പാഴ്സൽ വാങ്ങിക്കാൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അതെ, ഞാൻ റെഗുലറാണ്. ഒരു 2-3 ഇയേഴ്സായിട്ട് ഞാൻ ഇവിടെ റെഗുലറായിട്ട് വന്ന് കഴിക്കാറുണ്ട്. നല്ല അടിപൊളി ഫുഡാണ്. എന്നും ഒരേപോലെ ഇരിക്കുന്ന ടേസ്റ്റാണ്. ഏത് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നല്ല ഹോംലി എക്സ്പീരിയൻസ് ആണ് കഴിക്കാൻ. പിന്നെ ഇതുവരെ കഴിച്ചിട്ട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. കടയിലെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? എൻ്റെ സ്പെഷ്യൽ ഇവിടെ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, പിന്നെ സാമ്പാർ വട, രസവട, ദോശ. ഇവിടെ ഈവനിങ് സ്പെഷ്യൽ ഉളുന്തവട, കാറവട, ഉളുന്തവട, പരിപ്പ് വട. പിന്നെ ഇത് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ഈ കടയുടെ സമയം? രാവിലെ 6:30 ഓപ്പൺ ചെയ്തിട്ട് പിന്നെ 12 o'clock ക്ലോസ് ചെയ്യും. രാവിലെ ഇഡ്ഡലി, പൂരി, മസാല ദോശ, നെയ് റോസ്റ്റ്, ഇടിയപ്പം, അപ്പം, പൊങ്കൽ, ഉപ്പുമാ, രസവട, തൈര് വട, സാമ്പാർ, ഇഡ്ഡലി, ഇതെല്ലാം രാവിലെ കാണും. വൈകുന്നേരം എപ്പോഴാണ് തുറക്കണത്? എന്തെല്ലാം ഉണ്ടാവും? വൈകുന്നേരം 3:30 ഓപ്പൺ ചെയ്തത്. അവിടെ ഈവനിങ് സ്പെഷ്യൽ കാറവട, ഉളുന്തവട. കാറവടയാണ് സ്പെഷ്യൽ. പിന്നെ
റവ ദോശ, മസാല ദോശ, മൈസൂർ മസാല, ബഡൂര, ചപ്പാത്തി, പൂരി, ഇഡ്ഡലി, സാമ്പാർ ഇഡ്ഡലി, ഗോതമ്പ് ദോശ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ വന്ന് കഴിക്കണത് എന്തൊക്കെയാണ്? ഇവിടെ ഏറ്റവും കൂടുതലെങ്കിൽ അവർക്ക് പിടിച്ച സാധനമെങ്കിൽ ഇഡ്ഡലിയാണ്. ഇവിടെ ഇഡ്ഡലി സാമ്പാറാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. പത്മനാഭസ്വാമികൾക്ക് ഇங்கே വരുம்போது நம்ம கடைக்கு வரணும். நல்ல ഫുഡ് നമ്മൾ ഉറപ്പായിട്ട് തരും. ഇവിടെ ഹോംലി ഫുഡാണ്. എല്ലാവർക്കും സ്വാഗതം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നിലയിലുള്ള ആനവാൽ സ്ട്രീറ്റാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ. കടയുടെ ഉടമസ്ഥൻ നല്ല ആൾക്കാർ. ഈ മാമിന്ന് പറഞ്ഞ മാമ സ്വാമി അവരാണ് നല്ല സഹായം. നമുക്ക് കൊറോണ സമയത്തിൽ നല്ല സഹായിച്ച് തന്നു. നമുക്ക് ഇല്ലെങ്കിൽ ഇത്രയും നാൾ നമുക്ക് കൊണ്ടുപോകാൻ പാടായിരുന്നു. വാടകയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വാടകയൊക്കെ നല്ല കുറച്ച് തന്നു. നല്ല ഹെൽപ്പ് ചെയ്തു. അതെ, നിങ്ങൾ തിരുവനന്തപുരത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ വെങ്കടേശ്വര ടിഫിൻ സെൻറ്റർ എന്ന് പറഞ്ഞുള്ള ഒരു ചെറിയ കടയാണ്. അവിടെ വന്ന് കഴിക്കണം. നല്ല ഉഗ്രൻ ഫുഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഹോംലി ഫുഡാണ്. വയറിനാണ് ഒരു കംപ്ലൈൻറ്റും വരില്ല എന്നാണ് ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത്. ഉലകത്തിൽ ഒരേ ഒരു സ്വർഗം അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം.